പാലട നമുക്ക് വേണേൽ രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം ഊറ്റിയെടുത്തിട്ട് ഉണ്ടാക്കാം, ഇങ്ങനെ ഉണ്ടാക്കാം. കൂടുതലായിട്ട് നമ്മൾ ഓവർ ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എളുപ്പം നമുക്ക്. ഓഹോ ഇത് വലത്തോട്ട് ഇളക്കിട്ട് വയ്യ ചെറുതായിട്ട്. ചേർത്തേ കൊടി ചേർത്തേ. ഗുഡ്വിൽ പാചകത്തിന്റെ കേരളപ്പിറവി സ്പെഷ്യൽ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് സൂപ്പർ പായസം ഉണ്ടാക്കിയാലോ? ഞങ്ങൾ രണ്ടുപേരാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് അടിപൊളി ഒരു പാലട പ്രഥമൻ, 50 പേർക്കുള്ള പാലട പ്രഥമൻ ഉണ്ടാക്കി നോക്കിയാലോ? എന്നാൽ നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ? തീർച്ചയായിട്ടും. ഓക്കെ, എന്നാൽ പോയിട്ട് വാ. നമ്മൾ 50 പേർക്ക് വേണ്ടിയാണ് പാലട പായസം ഉണ്ടാക്കാൻ പോകുന്നത്. 60 പേർക്കൊക്കെ കുടിക്കാമല്ലേ സുചിട്ടാ? 60-65 പേർക്ക്, ചിലർക്ക് 2 ഗ്ലാസ് വേണ്ടവർക്ക് 2 ഗ്ലാസ് കുടിക്കാം. നമ്മൾ ആദ്യമായിട്ട് പാലട വറുത്തെടുക്കുകയാണ്, അതിൽ തന്നെയാണ് അങ്ങ് ഉണ്ടാക്കുന്നത്. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? അവിടെ വറക്കാനായിട്ട് നമ്മൾ ആദ്യം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം എന്തേരൊക്കെയാണ് ഇത്? 200 ഗ്രാം അല്ലേ? 200 ഗ്രാം. ഒരു 200 ഗ്രാം നെയ്യാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അടയിനകത്ത് ഇട്ട് കൊടുക്കുക. നമ്മൾ അട ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടിപൊളി പാലട പ്രഥമനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇളക്കിയായിട്ട് മാറിക്കും. ഇത് എന്ത് ഓവർ ഫ്രൈ ആയ പാടാണോ ചോദിച്ചത്? ഓവർ ഫ്രൈ ആണ്. നമുക്ക് ഈ ജസ്റ്റ് അത് കളർ മാറി കിട്ടുമ്പോഴത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പാലട നമുക്ക് വേണേൽ രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം ഊറ്റിയെടുത്തിട്ട് ഉണ്ടാക്കാം, ഇങ്ങനെ ഉണ്ടാക്കാം. കൂടുതലായിട്ട് നമ്മൾ ഓവർ ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എളുപ്പം നമുക്ക്. അപ്പോൾ നമ്മളിതിനകത്തൊരു വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അവിടെ ജസ്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് 4 ലിറ്റർ 4 ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അല്ല കിട്ടും ഹരിക്കുന്നു. അറിയോ? ഇല്ല ഇല്ല. ഞാനടെ വണ്ടി പിടിക്കുന്ന സാധനമല്ല പണ്ടം. പണ്ടം എടുത്തിട്ട് ആരെങ്കിലും കൊടുത്ത് ആരും മേടിക്കുന്നില്ല ഈ സാധനം. പോലീസുകാരെ അടുത്തേക്കോ സാറേ ഒരു രക്ഷയിൽ അറിയും മൂത്രം ഒഴിക്കാൻ പറ്റും, ഒരു രക്ഷ എനിക്ക് മൂത്രം ഒഴിച്ചാൽ പറ്റുന്നു, സാറ് ഒന്ന് പിടിക്കാറങ്ങോ പിടിച്ചു കഴിഞ്ഞാൽ നിയമം മൂത്രം ഒഴിച്ചിട്ട് അത് വഴി മുങ്ങിക്കളഞ്ഞു. പോലീസുകാരെ കൊണ്ട് നടക്കുമല്ലോ, സാധനം വെക്കാൻ പറ്റുമോ? സാധനങ്ങൾ ഉണ്ടല്ലോ. നമുക്ക് പാലം കൂടെ ഒഴിച്ചാലോ? അതെ അതെ അതെ. അട നല്ല എന്ത് സെറ്റായിട്ടുണ്ട്. അവിടെ നല്ല പരുവത്തിന് വേഗണം, അല്ലാതെ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ റെഡിയായി കിട്ടില്ല. അതെ, 10 ലിറ്റർ പാലം നമ്മൾ എടുത്തേക്കുന്നത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇളക്കിട്ട് വയ്യ ചെറുതായിട്ട്. തിളപ്പിച്ച പാലാണ് കേട്ടോ, തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ്. ഇനിയാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. ശ്രദ്ധിച്ചിട്ട് ഇനി ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ തീ അങ്ങോട്ട് കൂട്ടി വെച്ചു. കേരളപ്പിറവിക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരു പായസമൊക്കെ വെച്ച് കൊടുത്താൽ എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ? എല്ലാവരും വിളിച്ച് നമുക്ക് എല്ലാവർക്കും ഇന്നൊരു പായസം. ആരോടും നമ്മൾ പറഞ്ഞിട്ടില്ല ഇന്ന് പായസം ഉണ്ടെന്നുള്ള കാര്യം. എല്ലാവരോടും ഇങ്ങോട്ടൊന്ന് വരാൻ പറയാം അല്ലേ? റെഡിയായി കഴിയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വിളിക്കാം എല്ലാവരെയും. കയറി വേണം മക്കളെ എന്ന് പറയാൻ. നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞാൽ ഇത് ഇളക്ക് മാറിപ്പോയാൽ പണി കിട്ടും. മാർട്ടിൻ ലൂതർ കിങ് വരുന്നുണ്ട്. ഇന്ന് സമയമാകുമ്പോൾ നമ്മൾ പറയും സ്പെഷ്യൽ തന്നെയാണ്. അപ്പോൾ ഒരു 1.5 കിലോ പഞ്ചസാര ആദ്യം ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ കണ്ടാൽ ഇട്ട് കൊടുക്കാം. ഓക്കെ. പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിക്കുന്നുണ്ടല്ലോ അല്ലേ? മെയ്ഡ് ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം മധുരമാകുമ്പോഴത്തേക്ക് ഇതൊന്ന് നോക്കിയിട്ട് കിടക്കും.
സുധിയേട്ടാ നമ്മൾ ഈ പായസം ഇളക്കുമ്പോൾ ഒരു സൈഡിലോട്ട് തന്നെ ഇളക്കണം അങ്ങനെയുണ്ടോ? അങ്ങനെ നിയമമുള്ളതാണ്. നമുക്ക് അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ടൈം വരുമ്പോഴത്തേക്ക് അപ്പോൾ ഓരോ ഡയറക്ഷനിൽ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പാല് പിരിഞ്ഞു പോയാൽ പിന്നെ ഇതെടുത്ത് കളയല്ലാതെ വേറെ ഒരു രക്ഷയില്ല. ഒരു സൈഡിലോട്ട് തന്നെ ഇളക്കണം, ക്ലോക്ക് വൈസ്. ഓഹോ, ഇത് വലത്തോട്ട്. ഇത് നമ്മുടെ ചെറിയ പരിപാടിയല്ല, ഇത് വലിയ പരിപാടിയാണ്. ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം. തോണി വീണു. നിനക്ക് ഏത് പായസം ഏറ്റവും ഇഷ്ടം? സേമിയ. സേമിയയോ? ഇത് സേമിയ അല്ലല്ലോ. സേമിയ അല്ല, പക്ഷേ എനിക്ക് മറ്റേ പരിപ്പ് പായസം അമ്മായിരുന്നു എനിക്ക് ഇഷ്ടമല്ല. വെള്ളക്കളറിലേക്ക് ഞാൻ കുടിക്കും, ആ സ്കീമാ. മറ്റേത് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. ഒതിപ്പിക്കാതെ പോകുന്നില്ല. സുധിയേട്ടാ, ഈ ഏലക്കപ്പൊടി ചേർക്കാൻ സമയമായ? സമയമായി ചേർത്ത് കൊടുക്കാൻ പോകാം. ഓരോ സമയമാകുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ചോട്ടിൽ നിന്ന് ഇങ്ങനെ കറക്റ്റ് സമയത്ത് സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം, അല്ലേ? എന്നാലും ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. പഞ്ചസാര ഏലക്കയോടെ പൊടിച്ച് അരിച്ചെടുത്തേക്കുന്നതാണ്. നന്നായിട്ട് പൊടിയണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കണം, അപ്പോൾ ഏലക്ക നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. പായസം നല്ല തിളച്ച് റെഡിയായിട്ട് വരുന്നുണ്ട്. ഇതേ മിൽക്ക് മേഡ് അങ്ങോട്ട് ഒഴിച്ചിടാം, നമുക്ക് ടേസ്റ്റൊക്കെ കൊടുത്താൽ പിള്ളേർക്ക്. മിൽക്ക് മേഡ് ഒഴിച്ചാൽ ഒരു പ്രത്യേക രുചിയല്ലേ? പിന്നെ ഇച്ചിരി കുറുകയോടെ ചെയ്യും അല്ലേ? ടൈറ്റ് കിട്ടും. ഇളക്കം നിർത്തിക്കണം, കളിക്കളി. അപ്പം അതങ്ങ് ഇതായിട്ട് കൊടുക്കും. അല്ല, ഇളക്കി നിർത്തിയാൽ ഇളക്കല്ലേ. പായസത്തിന് മണം അടിച്ചായിരുന്നു അങ്ങോട്ട്. ഈ സാഡിയൊക്കെ അങ്ങനെ മടിച്ചിട്ട് കൊടുക്കാം. ആ ഏലക്കാപ്പൊടിയുടെ മണം നന്നായിട്ട് അടിക്കുന്നുണ്ട് അല്ലേ? നോക്കില്ലേ, ഏലക്ക നല്ല ശരീരത്തിന് നല്ല. ഓരോ ഏലക്ക വെച്ച് കഴിക്കണം ഡെയിലി അല്ലേ? ഡെയിലി. പായസം റെഡിയായിട്ടുണ്ട്. നമ്മളതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ കടായിലോട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഗീ ഒഴിച്ച് കൊടുക്കുന്നു. ആദ്യമേ നമ്മൾ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നത്. കാഷ്യൂനട്ട് ഏകദേശം ഒരു കളറായി വരുമ്പോഴത്തേക്ക് നമ്മൾ കിസ്മിസ് ചേർക്കുകയാണ്. ടൈമിങ് നോക്കണം, ഇല്ലേ കരിഞ്ഞു പോകും. ഇടട്ടെ സുധിയേട്ടാ? സുധിയേട്ടാ എങ്ങനെ കഴിഞ്ഞാ? ഇനി നമ്മളെ സ്പെഷ്യൽ സാധനം. ഇനി ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. നമ്മളൊരു ഇച്ചിരി ക്യാരമലൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കളറൊക്കെ മാറി വേറൊരു ടേസ്റ്റിലോട്ട് വരും. സാധാരണ പാലട പായസവും പാലട പ്രഥമൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇച്ചിരി ക്യാരമലൂടെ ഇത് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് നമ്മളിത് 250 ഗ്രാം പഞ്ചസാര ക്യാരമലാക്കാൻ പോവുകയാണ്. ഇല്ല, കടായി ആയതുകൊണ്ട് പെട്ടെന്ന് ആയി വരും. കടായിലോട്ട് പഞ്ചസാര ഇട്ടാൽ മതി, എണ്ണ ഒഴിക്കുകയോ ഗീ ഒഴിക്കുകയോ ഒന്നും ചെയ്യണ്ട. അപ്പോഴത്തേനും ചൂടടിക്കുമ്പോഴത്തേനും പഞ്ചസാര ഉരുകി ക്യാരമലാവും. ആയോ ചൂടെ? കരിഞ്ഞു പോയാൽ തീർന്നു. പഞ്ചസാര നമ്മൾ മെൽറ്റായിട്ടില്ല, മെൽറ്റായി വരുമ്പോഴത്തേക്ക് ആയി എൻ്റെ കൈ കൊള്ളു. ക്യാരമലിലോട്ട് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ നല്ലതായിട്ട് ശ്രദ്ധിക്കണം. കൈ പൊള്ളാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ റെഡിയായതല്ലേ? സെറ്റായി. ഇതാണ് അതിൻ്റെ പരുവം. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ
നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടുകയില്ല. ക്യാരമലിൻ്റെ മണവും പാലട പായസത്തിൻ്റെ മണവും കൂടെ മിക്സ് ആകുമ്പോൾ ഒരു പ്രത്യേക ഇതാണ്. കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ക്യാരമൽ ഒഴിക്കാൻ മതി. ക്യാരമൽ ചേർത്ത് കൊടുക്കട്ടെ? ഡയറക്റ്റ് ഒഴിച്ചു മൊത്തത്തിൽ ചുറ്റിക്കാൻ കൊഴിച്ചു. കളർ മാറി വരുന്നുണ്ടോ? കൊള്ളാം, മധുരമൊക്കെ കറക്റ്റായിട്ടുണ്ട്. വേണോ? ആണോ? അതില്ല, മതി മതി. കത്തിച്ച് വേണോ? ചെറു വേണമെന്ന് തോന്നുന്നു അല്ലേ? ചെയ്ത് ചേർക്കാം. നേട്ടൊരു നടന്നുകൊണ്ടിട്ട് ഈ പാലിനും കൂടെ നിൽക്കത്തില്ല. ഏത്? ആ പിന്നെ ഞാൻ പറഞ്ഞില്ല, പാലിന് ഞാൻ പോകേണ്ടി വരും. കേരളപ്പിറവി സ്പെഷ്യൽ പാലടപ്രഥമൻ കുടിക്കാനായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായം പറയും. സുഹിച്ചേട്ടാ, എന്നാൽ എല്ലാവർക്കും കൊടുത്തു തുടങ്ങിക്കോ. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ചൂടൊന്നുമില്ല. മാറ്റി നല്ല പൈസ തീർക്കലേട്ടാ. കൊടി ചേർത്തേ. നല്ല പായസമാണ്. കറക്റ്റ് മധുരമാണ്, കൂടുതലും ഇല്ല കുറവില്ല, കറക്റ്റ് നല്ല മധുരമാണ്. നല്ല പായസം, സൂപ്പർ. എങ്ങനെ കീർത്തന എങ്ങനെയുണ്ട്? പായസം എങ്ങനെയുണ്ട്? പാലടപ്രഥമൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഗുഡ്വിൽ പാചകത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കേരളപ്പിറവി ആശംസകൾ. വീണ്ടും കണ്ടുമുട്ടാം. ബൈ.